A⁻n 5 ആണ് എങ്കിൽ A⁻3n എത്ര? ഇതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ 125 ആണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എങ്ങനെയാ 125 കിട്ടുന്നത്? A⁻m n (3) എന്ന് പറഞ്ഞാൽ A⁻3n അല്ലേ? അതെ സർ. ഈ 5⁻3 എന്ന് പറഞ്ഞാൽ 5 3 പ്രാവശ്യം എഴുതി ഗുണിക്കലല്ലേ? അതെ. എത്രയാണ് 5 3 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ? 125. 125. മനസ്സിലായോ? ഇനി A⁻n = ഞാൻ 9 കൊടുത്തു. A⁻n അല്ലെങ്കിൽ A⁻2n എത്ര എന്ന് ചോദിച്ചാലോ? ഇവിടെ 2 ആണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്കി പറ. n(2) എന്ന് കൊടുത്തു. അപ്പൊ നമ്മൾ 9നെയും സ്ക്വയർ ചെയ്യണ്ടേ? അപ്പം A⁻2n = 9 × 9 എത്രയാ? 81. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളോട് ചോദിച്ച ചോദ്യം ഇതാണ്. A⁻n = 5 എങ്കിൽ A⁻3n എത്ര? ധ്യാന ഇതൊന്ന് മറുപടി പറഞ്ഞു കൊടുക്കും. യെസ് സർ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് A⁻n = 5 എന്ന് അങ്ങനെയാണെങ്കിൽ A⁻3n എത്രയാണെന്നാണ്. A⁻n 5 ആവണമെങ്കിൽ അതിന്റെ A എന്ന് പറയുന്നത് 5ഉം n എന്ന് പറയുന്നത് 1ഉം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം A⁻3 എന്ന് പറയുമ്പോൾ നേരത്തെ A⁻1ന്റെ എക്സ്പോണന്റ് 1 ആയിരുന്നു. അപ്പം 1 + 1 + 1 3n ആയി 3 ആയി. അപ്പം 5⁻3 എന്ന് പറയുന്നത് 125 ആണ്. അങ്ങനെയാണ് നമുക്ക് 125 കിട്ടിയത്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യം ഫ്രാക്ഷനായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന വാഗ്ബടാനന്ദയുടെ ചോദ്യ പേപ്പറിലുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഇത് ഫ്രാക്ഷൻ ഇവർക്കും പഠിക്കാനുണ്ട്. ആർക്ക്? ന്യൂമാറ്റ്സുകാർക്കും പഠിക്കാനുണ്ട്. ഈ 1/2 കൂട്ടണം 1/3 1 കുറക്കണം 1/2 × 3 എന്നാണ് ചോദ്യം അല്ലേ? ഇതിന്റെ ആൻസർ എത്രയാണ്? × 1/3 എന്നാണ്. ഇത് 1/3 ആണ്. ഒന്നുകൂടി ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. 1/2 + 1/3 divided by 1 - 1/2 into 1/3. ഓപ്ഷൻസ് ഒന്ന് വായിച്ചേ ധ്യാന. 1, 1/6, 5/6, 2. ശരിയാണ്. ഇത് ഈസിയാണ്. ഈ 1/2ഉം 1/3ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്? 5/6. 5/6 ആണ്. ഒരു പണിയില്ല. 2ഉം 3ഉം കൂടി കൂട്ടി മേലെ എഴുതുക, 2നെ 3 കൊണ്ട് കൂടിച്ച് താഴെ എഴുതുക. പിന്നെ ചോദ്യത്തിൽ ഒരു ബൈ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ബൈ ഇവിടെ അങ്ങ് ഇട്ടുകൊടുക്കുക. ഇനി അടുത്ത എന്റെ ചോദ്യം, 1 കുറയ്ക്കണം 1 1, 2 × 3 6. 1ൽ നിന്ന് 1/6 മൈനസ് ചെയ്താൽ 1നെ നമുക്ക് 6 ഛേദമായിട്ട് എഴുതാം എന്ന് പറയാം. 1ന് പകരം ഞാൻ 6/6 എന്ന് എഴുതുന്നു. If the numerator and denominator is the same number, the result will be 1. അപ്പൊ നമുക്ക് ഒരു അംശവും ഛേദവും ഒരേപോലെ ആക്കിയാൽ 1 ആണ്. അപ്പൊ നമുക്ക് 6/6 നിന്ന് ഈ 6/6 എഴുതാൻ കാരണം ഇവിടെ 6 ഉള്ളത് കൊണ്ടാണ്. ഇവിടെ ഉള്ള അത് ആള് 6 ആയത് കൊണ്ടാണ്.
ഈ 6 ആയതുകൊണ്ടാണ് ഇത് 6/6. ഇവിടെ 5 നമ്മൾ 5/5 എന്ന് എഴുതും. അപ്പൊ നമ്മൾ ഒന്നിന് പകരം 6/6 എന്ന് എഴുതിയിട്ട് -1/6 ചെയ്താൽ 6-ൽ നിന്ന് 1 കുറയ്ക്കുക 5, 5/6 ആയിരിക്കും ഉത്തരം. ഇവിടെ മറ്റൊരു പ്രത്യേകത നിങ്ങൾക്ക് കാണാം. മേലെയും ഒരു 5/6, താഴെയും ഒരു 5/6. അപ്പൊ ഇതിന്റെ ഫലം എത്രയാ? 1 ആയിരിക്കും. അപ്പൊ നമ്മളെ ആൻസർ 1 ആണ്. ഇതൊന്നുകൂടി പറയണം. യെസ്, ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോളൂ. ശരിക്കും ശ്രദ്ധിച്ച്, ഇത്തരം ചോദ്യം ഇങ്ങനെയൊക്കെയാ വരിക. ഫ്രാക്ഷന്റെ ചോദ്യമൊക്കെ വരുന്നത് ഈ ടൈപ്പ് ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് പറയാൻ കാരണം. നമുക്ക് നോക്കാം ഈ ചോദ്യം എങ്ങനെ ചെയ്യാം. ചോദ്യം ഇതാണ്: 1/2 + 1/3 ഡിവൈഡഡ് ബൈ 1 - 1/2 ഇൻറ്റു 1/3 എന്നായിരുന്നു ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരമാണ് പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ന്യൂമറേറ്ററിന്റെ കാര്യം ഒന്ന് പരിഗണിക്കാം. അവിടെ വരുന്നത് 1/2 1/3 കൂടി കൂട്ടിയാൽ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 3 × 2 5, 3 × 2 6. ഇത് 5/6 ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബൈ അവിടെ ചോദ്യത്തിലുള്ളത്. ഇനി ഈ 1 മൈനസ് എന്നുള്ളത് അവിടെ തൽക്കാലം കിടക്കട്ടെ. അപ്പൊ നമുക്ക് 1/2 ഇൻറ്റു 1/3 ചെയ്ത് നോക്കാം. 1 × 1 1, 2 × 3 6. അപ്പൊ ഇവിടെ വരിക 1 - 1/6 എന്നാണ് വരിക. 1-ൽ നിന്ന് 1/6 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിച്ചോളൂ. 1-ൽ നിന്ന് 1/6 കുറയ്ക്കുക 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, 1 6 6 1 കുറയ്ക്കുക. 1 6 6, 6 1 കുറച്ചാൽ 5, 5/6. അതിന് പകരമായിട്ടാണ് ഞാൻ പറഞ്ഞത് 1-ന് പകരം 6/6 എന്ന് എഴുതിയിട്ട് അതിൽ നിന്ന് 1/6 കുറച്ചാലും 5/6 തന്നെയാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ റെഡിയായി. മേലെ ഒരു 5/6 ബൈ താഴെയും നിങ്ങൾക്ക് ഒരു 5/6 കിട്ടി. ഇപ്പൊ മേലെയും താഴെയും ഒരേപോലെയാണെങ്കിൽ അതിന്റെ റിസൾട്ട് 1 ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ 1. മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ട്. അപ്പോ ആരാണിപ്പോ അതൊന്ന് വിവരിച്ചു കൊടുക്കുക? ഇന്ന് സാധാരണ പറയുന്ന ആൾക്കാരൊന്നും മുന്നോട്ട് വന്നില്ലല്ലോ. ആരാണ് ഈ ചോദ്യത്തിന്റെ വിശദീകരണം കൊടുക്കുക? അല്ലെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, സമയമില്ലാത്തതുകൊണ്ട്. അടുത്ത ചോദ്യം ഒന്ന് വായിച്ച് ധ്യാന. What is the least number by which the product and the natural number from 1 to 100 is to be multiplied to get a perfect square? Options are 2, 3, 5, 7. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും വേണ്ടതായ ചോദ്യമാണ് ഇവിടെ എഴുതിയത്. ചോദ്യത്തിന്റെ മലയാളം ഇതാണ്: ഒരാൾ 1 മുതൽ 10 വരെ അങ്ങോട്ട് ഗുണിക്കുന്നു. 1 × 2 × 3 × 4 × 5 × 6 × 7 × 8 × 9 × 10. 1 മുതൽ 10 വരെ ഒരാൾ ഗുണിക്കാൻ തീരുമാനിച്ചു. 1 മുതൽ 10 വരെ ഗുണിച്ചു കഴിഞ്ഞാൽ ആ ഗുണനഫലമല്ല നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ ഗുണിച്ചു കിട്ടുന്ന ഫലം അല്ല ചോദിക്കുന്നത്. പകരം ഈ ഗുണിച്ചു കിട്ടിയ ഫലം ഏത് തന്നെ ആവട്ടെ, ആ സംഖ്യയെ വീണ്ടും ഇതിലേത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് സ്ക്വയർ, അതൊരു പൂർണ്ണവർഗ സംഖ്യ ആവുക.
പൂർണ്ണവർഗ സംഖ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, 1 × 1 1ന്റെ സ്ക്വയർ 1, 2 × 2 2ന്റെ സ്ക്വയർ 4. അപ്പോ 1, 4, 9, 16 ഇങ്ങനെ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചാൽ കിട്ടുന്നത് പൂർണ്ണവർഗം, പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ ഈ കിട്ടുന്ന വലിയ സംഖ്യയെ വീണ്ടും ഇതിൽ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം എന്നാണ് ചോദ്യം. അതിന് വളരെ മുമ്പ് പഠിക്കേണ്ട വേറൊരു കാര്യം ശ്രദ്ധിക്കാം. ഈ ചോദ്യം അവിടെ കിടക്കട്ടെ, ഞാൻ വേറൊരു ചോദ്യം പരിചയപ്പെടുത്തുന്നു. ഈ 18നെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുക? 2. ശരിയാണ്. 18നെ 18 കൊണ്ട് ഗുണിച്ചാലാവും, പക്ഷെ എന്റെ ചോദ്യം ഏത് ചെറിയ സംഖ്യ കൊണ്ട് എന്നാണ്. 50നെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് സ്ക്വയർ? 2. അത് 2 അപ്പൊ അന്നേരം 100 കിട്ടും, മറ്റത് 36 കിട്ടും. 90നെ ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് സ്ക്വയർ? അവിടെ കറണ്ട് പോയല്ല, പിന്നെന്താ മിണ്ടാത്ത മീനാക്ഷി? 90നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 180. 180 പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? 180 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം വന്നു. ഇത് രണ്ടും നിങ്ങൾ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി. ഇത് രണ്ടും 18ഉം നിങ്ങൾ പറഞ്ഞു, അതുപോലെ 18 പറഞ്ഞു, 50ന്റെയും കാര്യം നിങ്ങൾ റെഡിയായി, അത് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ചെയ്തു. പക്ഷെ 90 വന്നപ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്രശ്നവും വന്നു. ഈ 18നെ ഈ 2 കിട്ടുന്നത് എങ്ങനെയാന്ന് നിങ്ങൾ നോക്കിക്കോളൂ. 18നെ ഫാക്ടറൈസ് ചെയ്തു. അപ്പൊ ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 9 കിട്ടി. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3 കിട്ടി. ഒരു പ്രൈം നമ്പർ കിട്ടിയാൽ അവിടെ അവസാനിപ്പിക്കുന്നു. 2 × 3 × 3 ചെയ്യുന്നു. ഇവിടെ ഗ്രൂപ്പുകളായിട്ട് വന്നിരിക്കുന്നത് 3ഉം 3ഉം ആണ്. ഒറ്റപ്പെട്ടവൻ 2 ആ 2നെയാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഇനി അടുത്തത് നോക്കിക്കോളൂ നിങ്ങൾ. 50ന്റെ കാര്യം നമുക്ക് നോക്കാം. 50നെ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യുന്നു, 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്തു, ഹരിച്ചു, 25 കിട്ടി. 25 ആകുമ്പോൾ അടുത്ത പ്രൈം നമ്പർ 5 ആണ്. 5 കൊണ്ട് ഹരിച്ചപ്പോൾ 5 കിട്ടി. അവിടെ 2 × 5 × 5 ആണ്. 2 × 5 × 5 ഗ്രൂപ്പ് ആയത് 5ഉം 5ഉം ആണ്. ഒറ്റപ്പെട്ടവൻ ആരാണ്? 2. അപ്പൊ ഈ 2 ഇവിടെ എഴുതി. ഇത് 90ന്റെ കാര്യത്തിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ആരാണ് ഒറ്റപ്പെട്ടവന് കിട്ടുക നോക്കട്ടെ. 90ന്റെ കാര്യം. 90നെ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, എത്ര കിട്ടി? 45. 45 വരുന്നേരം 3 ഓർമ്മ വരും, 5 ഓർമ്മ വരും. നമ്മൾ 5 എടുത്തോളം പ്രശ്നമല്ല. 9 കിട്ടി. ഇനി എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3. അവണ്ടോ? ആ 3 അവിടെ എഴുതി, അവിടെ അവസാനിപ്പിച്ചു. അപ്പൊ 2 × 5 × 3 × 3 ആണ്. ഇവിടെ ഗ്രൂപ്പുകൾ ആരൊക്കെയാണ്? 3. അപ്പൊ ഗ്രൂപ്പ് ആയവനെ നമുക്ക് ഒഴിവാക്കാം. ഒറ്റപ്പെട്ടവ ആരൊക്കെയാണ്? 2. അപ്പൊ 2 × 5 എത്രയാണ്? 10. അപ്പൊ 90നെ 10 കൊണ്ട് ഗുണിക്കണം. 90നെ 10 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 900. ഈ 900 ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ്? 30. ഇനി നമുക്ക് ഇത്രയും കാര്യം മനസ്സിലായ സ്ഥിതിക്ക് നമ്മൾ അടുത്ത നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. ഇത് എനിക്ക് തോന്നുന്നു വാഗ്ബടന്റെ പരീക്ഷ എഴുതിയ കുട്ടികളിൽ ഉണ്ടോ? അവരാരെങ്കിലും ഇതിന്റെ ഉത്തരം 7 എന്ന് കൊടുത്തിട്ടുണ്ടോ? യേസ് പറഞ്ഞ കുട്ടിയുടെ എന്ന ചോദ്യം എന്താണ്? ആ കുട്ടിയുടെ പേര് പാർവതി. മേമുണ്ട ഹൈസ്കൂളാണ് അല്ലയോ? അതെ സർ. ഈ 7 എന്ന് ഇതിന് ഉത്തരം മോള് കൊടുത്തിരുന്നോ?
എനിക്ക് ഓർമ്മയില്ല സാർ, ചെയ്തപ്പോ ഓർമ്മയില്ല. സാരമില്ല പാർവതി, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഗ്രൂപ്പ് ആക്കാൻ കഴിയുന്ന ആളുകളെ പെട്ടെന്ന് കിട്ടും. സ്ക്വയർ നമ്പർ 1 × 1 അത് ഗ്രൂപ്പ് ആക്കുന്നതുകൊണ്ട് അതിനെ തട്ടി പാർവതി. പിന്നെ തട്ടാൻ പറ്റുന്ന ആളാണ് 2 × 2 = 4, അതിനെയും തട്ടി പാർവതി. പാർവതി പറയണം, അടുത്ത് തട്ടാൻ പറ്റുന്ന ആരാണ്? 3 × 9. 3 × 3 = 9നെയും തട്ടി. ശരിയാണ്. അനി തട്ടി മാറ്റാത്ത ആളുകളെ താഴോട്ട് എഴുതുന്നു. 2 × 3 × 5 × ഓഹോ, ഈ 6നെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം പാർവതി. പ്രൈം നമ്പറിന്റെ മൾട്ടിപ്ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ഗുണിക്കണം. എങ്ങനെ? 2 × 6 പകരമാണ് ഞാൻ എഴുതിയത്. 6 പകരം ഞാൻ 2 × 3 എന്ന് എഴുതി പാർവതി. 7 പ്രൈം നമ്പർ ആയതുകൊണ്ട് അങ്ങനെ എഴുതി പാർവതി. പക്ഷെ പാർവതി 8നെ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ? ആർക്ക് പറയാം 8നെ എങ്ങനെ പ്രൈം നമ്പറിന്റെ ഗുണിതമായിട്ട് മാറ്റാം? 2 × 2 × 2. വെരി ഗുഡ്. 2 × 2 × 2 എന്ന് പറയുന്നത് 2 × 4 എന്ന് എഴുതാം. 4 വീണ്ടും മുറിക്കണ്ടേ, അതുകൊണ്ട് 2 × 2 × 2. ഇനി അടുത്ത 10നെ എങ്ങനെ മുറിക്കാം? 5 × 2. 2 × 5. 2 × 5 അല്ല, 5 × 2. ശരി. ഇവിടെ നിങ്ങൾക്ക് ഒരു അത്ഭുതം കാണാം, ഇതെല്ലാം പ്രൈം നമ്പറാണ്. ഇനി ഇവിടെ ഗ്രൂപ്പുകളാക്കി ഇവരെ ഇങ്ങ് മാറ്റാം. എങ്ങനെ മാറ്റാം നോക്കോളെ. ഈ 3-ൽ ഒരാളെ കിട്ടി, ഇവിടെയുള്ള 3 അവരെ തട്ടി. ഈ 5-ൽ ഒരാളെ കിട്ടി, ഇവിടെയുള്ള 5 അതിനെയും തട്ടി. ഇതൊക്കെ മനസ്സിലാകാൻ വേണ്ടി പറയാം, ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാം. വേറെ കാര്യം, പിന്നെ 2-നൊരാളുണ്ട് ഇവിടെ, ഈ 2-നൊരാളുണ്ട് ഇവിടെ, ഈ 2-നൊരാളുണ്ട് ഇവിടെ. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഒറ്റപ്പെട്ടവൻ ആരാ? 7. അപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് 1 മുതൽ 10 വരെ ഗുണിച്ചു നോക്കുക. വീണ്ടും അതിന് 7 കൊണ്ട് ഗുണിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ ഹരിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. ഹരിച്ചാൽ അത് തന്നെയാണ് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയത്. ഹരിച്ചാൽ അത് തന്നെയാണ്. ഉദാഹരണത്തിന് 18നെ നിങ്ങൾ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 36 എന്ന 6ന്റെ സ്ക്വയർ കിട്ടിയെങ്കിൽ 18നെ 2 കൊണ്ട് ഹരിച്ചാലും 9 കിട്ടും. 9 എന്ന 3ന്റെ സ്ക്വയർ കിട്ടും. 50നെ നേരത്തെ നിങ്ങൾ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 100 എന്ന 10ന്റെ സ്ക്വയർ കിട്ടിയെങ്കിൽ 50നെ നിങ്ങൾ 2 കൊണ്ട് ഹരിച്ചാൽ 25 എന്ന 5ന്റെ സ്ക്വയർ കിട്ടും. കിട്ടില്ലേ? അപ്പം ഇത് മനസ്സിലായോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാമോ? മനസ്സിലാക്കിയില്ലെങ്കിൽ ഒന്നുകൂടി ചോദിക്കാം. മനസ്സിലായി. യെസ്, ഇതാ അടുത്ത ചോദ്യം. ഇത് 6ാം ക്ലാസ്സിലെ കുട്ടികൾക്കും കൂടി വേണ്ടിയുള്ള ചോദ്യമാണ്. അതുകൊണ്ട് ഈ വാഗ്ബടാനന്ദ ചോദ്യ പേപ്പറിൽ എല്ലാ ക്ലാസ്സിലേക്കും വേണ്ട ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരോടും കൂടി ഞാൻ വരാൻ പറഞ്ഞത്. ശരി, ഈ ചോദ്യം ഒന്ന് വായിക്കൂ പാർവതി. Is equal 1 × 2 × 7 × 13. How many factors are there for an n? Options 16, 32, 4, 8. 1 × 2 × 7 × 13 ആണ്. ഇത് ഗുണിക്കാനൊന്നും പോണ്ട. കാരണം ഇവിടെ 1 ഒഴിച്ചിട്ട് എല്ലാവരും പ്രൈം നമ്പറാ. 2 പ്രൈം നമ്പർ, 7 പ്രൈം നമ്പർ, 13 പ്രൈം നമ്പർ. അഭാജ്യസംഖ്യ 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളാണ് അഭാജ്യസംഖ്യകൾ. അപ്പൊ 2 അഭാജ്യസംഖ്യ, 7 അഭാജ്യസംഖ്യ, 13 അഭാജ്യസംഖ്യ, ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1ന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട. 1 is neither prime nor composite.
ഈ നമ്പേഴ്സിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ട 2 നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പർ ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ് 1 and 2. 2s 3 1 and 3. അതേസമയത്ത് കോമ്പോസിറ്റ് നമ്പർ 1 2 and 4 4 ഘടകങ്ങൾ ഉണ്ടാവും. 2 കൂടുതൽ ഘടകമുള്ള കോമ്പോസിറ്റും മറ്റു പ്രൈം നമ്പർ. കോമ്പോസിറ്റ് നമ്പർ നമ്മൾ പറയാ ഭാജ്യസംഖ്യ അല്ലെങ്കിൽ വിഭാജ്യസംഖ്യ എന്നും, പ്രൈം നമ്പർ നമ്മൾ പറയുക അഭാജ്യസംഖ്യ എന്നാണ് മലയാളത്തിൽ. അപ്പൊ ഇവിടെ നിങ്ങളോടുള്ള ചോദ്യം നല്ല ചോദ്യമാണിത്. ഇതിലെ ഫാക്ടേഴ്സ് എത്രയാന്നാ ചോദ്യം. നിങ്ങളൊരു കാര്യം ചെയ്തോ, ഈ 1 തൽക്കാലം നിങ്ങൾ പരിഗണിക്കണ്ട. ഈ 2 ഇങ്ങനെ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ ഈ പവർ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ. 2 എന്ന് പറയാൻ 2ന്റെ പവർ 1 7ന്റെ പവർ ഇവിടെ 1 13ന്റെ പവർ 1. ഈ പവറിന്റെ കൂടെ നമ്മളൊരു +1 ചേർത്ത് കൊടുക്കാറുള്ളത് നിങ്ങൾ ഓർമ്മ ഉണ്ടാവും. +1 +1. അപ്പൊ ഇവിടെ 1 1 + 1 2 2 പിന്നെ അടുത്ത 2 വന്നു, അടുത്ത 2 വന്നു. 2 × 2 × 2 എത്രയാണ്? 8. അപ്പോ ഈ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വരുന്നുണ്ട്. 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ന്യൂമാത്സിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് അതെന്തായാലും ഞാൻ എടുക്കും. അത് മറ്റുള്ള കുട്ടികൾക്ക് അറിയില്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചോളൂ. ഈ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുന്ന ചോദ്യം പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുക, ഇത് പ്രൈം നമ്പറിന്റെ ഭാഗമാക്കുകയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 2 വർഷം മുമ്പ് USSന് വന്നൊരു ചോദ്യമാണ്. 10⁻10 എത്ര ഘടകങ്ങളുണ്ട്? നിങ്ങൾ അവിടെ 10ന്റെ കൂടെ 1 എന്ന് എഴുതിയപ്പോൾ അത് ഓപ്ഷൻ ഉണ്ടാവും. അതല്ല ശരി. ഈ 10 എന്ന സംഖ്യയെ നിങ്ങൾ പ്രൈം നമ്പറിന്റെ ഭാഗമായിട്ട് മുറിക്കണം. 10നെ 2 × 5 എന്ന് എഴുതാം. എന്നിട്ട് ഒരു ബ്രാക്കറ്റ് കൊടുക്കുക. ആ ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് ഈ 10നെ കൊണ്ടുവരിക. ഇവിടെ 2-ന് പവർ ഉണ്ട്. 2ന്റെ പവർ നിങ്ങൾക്ക് അറിയാലോ, വെറുതെ കിടക്കാണ്ടെങ്കിൽ അത് 1 ആയിരിക്കും. 5ഉം വെറുതെ കിടക്കുകയാണ്, അതിനൊരു 1 എന്താ പവർ ഉണ്ട്. ഇവിടെ നിങ്ങൾ കൃത്യങ്ക നിയമം ഉപയോഗിച്ചാൽ 1 10 10 എന്ന് വരും. ഇൻറ്റു 1 10 10 5ന്റെ കാര്യത്തിൽ തീരുമാനമായി. അതിനുശേഷമാണ് നിങ്ങൾ +1 കൊടുക്കേണ്ടത്. +1 ഇവിടെയും +1 കൊടുത്തു. 10 + 1 11 ഇൻറ്റു 10 + 1 11 11 × 11 121. ഇവിടെ അവരെന്ത് ചെയ്തിട്ട് നമ്മളെ ചോദ്യത്തില് അവര് നിങ്ങൾക്ക് ഈ സാധനം തന്നിട്ടുണ്ട്. എങ്ങനെ തന്നിട്ടുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന 2 1ന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട. 2 തന്നിട്ടുണ്ട്, 7 തന്നിട്ടുണ്ട്, 13 തന്നിട്ടുണ്ട്. ഇതെല്ലാം പ്രൈം നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് ഒരു പവർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ആ പവറിന്റെ കൂടെയാണ് നിങ്ങളൊരു +1 ചേർത്ത് കൊടുക്കേണ്ടത്. +1 +1. അങ്ങനെ 2 × 2 × 2 എന്ന് കിട്ടുന്നു. 8 എന്ന് ഉത്തരം കിട്ടുന്നു. മനസ്സിലായോ? Yes, sir. യെസ്. പാർവതി 8 എഴുതിയിരുന്നോ പരീക്ഷയ്ക്ക്? യെസ് സർ. ഇതിന്റെ റിസൾട്ട് വന്നോ? ഇല്ല സർ. എപ്പം വരും? അറിയില്ല. അറിയില്ല. ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരുന്നു. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നല്ല രസമുള്ള ചോദ്യമാണ്. അത് 6ാം ക്ലാസ്സുകാർക്ക് എന്തായാലും വരുന്ന ചോദ്യമാണ്. ഈ ചോദ്യം ഒന്ന് വായിച്ചേ ധ്യാന. In a calendar, a square containing 4 numbers is marked and the average of numbers were calculated. If the average is 11, then what is the smallest number among them? Options 7, 8, 9, 10. ഒരു കലണ്ടറില് അടുത്തടുത്ത 4 കള്ളികളും കൂട്ടിയാൽ, മലയാളമാണ് ഈ പറയുന്നത്, 4 കള്ളികളും കൂട്ടിയിട്ട് അതിന്റെ ആവറേജ് 11. ഓഹോ, അത് തിരിച്ചാ ചോദിച്ചേട്ടോ. ഒന്നുകൂടി അങ്ങ് ചുറ്റിക്കളഞ്ഞ നമ്മളെ. 4 എണ്ണം കൂടി കൂട്ടിയാൽ 44 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു സുഖമായില്ലേ. പക്ഷെ ഇവിടെ എന്താ ചെയ്തത്?
4ഉം കൂടി കൂട്ടിയപ്പോൾ ഉണ്ടാവുന്ന ആവറേജ് ആണ് 11. ആവറേജ് 11 തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? 44. 44. അപ്പോൾ 4 കള്ളി തന്നുകൊണ്ട് നമ്മൾ 4 കൊണ്ടും ഗുണിച്ചു. ഇതിന്റെ ശരാശരി നിങ്ങൾക്ക് 11 തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ എണ്ണത്തെ ശരാശരി കൊണ്ട് ഗുണിക്കണം. ഇതാ 44. അപ്പൊ ഈ ചോദ്യം നമ്മൾ ഇങ്ങനെ മാറ്റി നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഒരു കലണ്ടറിലെ 4 കള്ളികളും തമ്മിൽ കൂട്ടിയപ്പോൾ, അടുത്തടുത്ത 4 കള്ളികളും കൂട്ടിയപ്പോൾ 44 കിട്ടിയെങ്കിൽ, എത്ര? 44 കിട്ടിയെങ്കിൽ ചെറുതേത്? 44നെ നിങ്ങൾ 4 കൊണ്ട് ഹരിക്കുന്നു. എന്നിട്ടോ എത്ര കിട്ടുന്നത്? 44 4 കൊണ്ട് ഹരിച്ചാല് 11. ആ 11 ഇവിടെ തന്നിട്ട്, ആ 11 ഇവിടെ തന്നിട്ടുണ്ട്. ആ 11 ചോദ്യത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ 11 4 കുറച്ചാ എത്രയാ? 7. 7. 7. ഇന്ന് 7, നാളെ 8. ഇന്ന് 7, അടുത്ത ആഴ്ച 14, തൊട്ടടുത്ത ദിവസം 15. 8ഉം 7ഉം 15ഉം 15, 30ഉം 14ഉം 44 റെഡിയാണ്. ഇത് മനസ്സിലായോ പാർവതി? Yes, sir. ഇതിന്റെ ഉത്തരം കൊടുത്തിരുന്നോ? 7 കൊടുത്തിരുന്നോ പരീക്ഷക്ക്? അതെ സർ, കൊടുത്തിരുന്നു. എന്നാ പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 9/16 എന്നാണ്. 9/16. ഇതിന്റെ സ്ക്വയർ റൂട്ട് എത്രയാന്നുള്ള ചോദ്യം വന്നിരുന്നു. എത്രയാണ്? 1/9/16 എന്ന മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റിയാൽ, വിഷമ ഭിന്നത്തിലേക്ക് മാറ്റിയാൽ 25/4 കിട്ടും, 16 കിട്ടുമോ? യെസ് ഓർ നോ? കിട്ടും. ആ, കിട്ടും സർ. 25/16ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 25ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? സാറേ 5/4 ആണോ? 5/4 ആണോ? 5/4. ഈ 5/4 ഈ ഓപ്ഷൻ ഇല്ലല്ലോ പാർവതി. ഇല്ല സർ. എന്തു ചെയ്യും? ഒന്നും ചെയ്യണ്ട. 5നെ 4 കൊണ്ട് ഹരിക്കുക. 1 4 4, റിമൈൻഡർ 1. അപ്പോൾ 1/4 ഇവിടെ ഉണ്ടോ? യെസ് സർ. അപ്പൊ 1 4 4 ഒന്നും 5/4 കിട്ടുന്നുണ്ട്. ധ്യാന ഇതൊന്ന് പറഞ്ഞു കൊടുക്കും. യെസ് സർ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 19/16ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്നാണ്. ആദ്യം നമ്മൾ ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. 19/16 25/16 നമുക്ക് എഴുതാം. 25/16ന്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ 25ന്റെ റൂട്ട് 5ഉം 16ന്റെ റൂട്ട് 4ഉം ആണ്. അപ്പം 5/4 നമുക്ക് കിട്ടുന്നു. 25/16ന്റെ റൂട്ട് 5/4 ആണ്. 5/4 എന്നുള്ളത് നമ്മൾ ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 5/4 അത് ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമുക്ക് കോഷ്യന്റ് 1 കിട്ടും, റിമൈൻഡർ 1 കിട്ടും. അപ്പൊ നമുക്ക് അത് മാറ്റുമ്പോൾ തന്നെ നമുക്ക് 1/4 കിട്ടും. ഗുഡ്. 1/4 കിട്ടും. അപ്പൊ ആ ചോദ്യം പഠിച്ചു. അതുപോട്ടെ, അടുത്ത ചോദ്യം നോക്കാം. എന്താണ് ചോദ്യം എന്ന് വായിച്ചു? ധ്യാന ചോദ്യം എന്ന് വായിച്ചു. Yes, sir. A number is formed by multiplying all natural numbers up to 25. How many zeros are there at the end of that number? Options 4, 6, 5, 8. 1 മുതൽ 25 വരെ തുടർച്ചയായ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിട്ട്, ഇത് ഞാൻ പറഞ്ഞതാണ് ക്ലാസ്സിൽ, പരീക്ഷയ്ക്ക് വരികയും ചെയ്തു. 1 മുതൽ 25 വരെ തുടർച്ചയായിട്ട് ഗുണിക്കുമ്പോൾ ഇതിൽ അവസാനം എത്ര 0 ഉണ്ടാവും? പറയും. 6 0. കാരണം നിങ്ങൾ അവസാനം കാണുന്ന ഈ സംഖ്യയെ, ഞാൻ ആദ്യത്തെ ക്ലാസ് പറഞ്ഞതാണ്,
ആ 25-നെ നിങ്ങൾ 5 വരെ വരുമ്പോഴാണ് ഒരു 0 കയറി വരുന്നത്. 1 × 2 × 3 × 4 വരെ ചെയ്താൽ 0 ഇല്ല. വീണ്ടും 5 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് 120 ആയിട്ട് മാറുന്നു. ഒരു 0 കയറി വന്നു. അപ്പൊ ഓരോ 5-ലും ഓരോ 0. അപ്പൊ ഇവിടെ 5-ന്റെ കൂട്ടങ്ങൾ എത്ര ഉണ്ടെന്ന് നോക്കുക. 25-നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് 5 25 കിട്ടും. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ഈ 5 എഴുതുന്നില്ല? കാരണം ഈ 5-നെ വീണ്ടും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു 5 5 കിട്ടും. അങ്ങനെ 5 ഒന്നും 6 0 ഉണ്ടാവും. ഈ 6ാമത്തെ 0 വരുന്നത് എവിടുന്നാ നോക്കിക്കോളെ നിങ്ങൾ. 25-ന്റെ തൊട്ട താഴെയുള്ള സംഖ്യ ഏതാണ്? 24. 24. അവിടെ 24-നെയും 5 കൊണ്ട് 24-ന്റെ 5 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 120. 120. 120. അപ്പൊ അവിടെ 0 വന്നു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഓരോ 5 വരുമ്പോഴാണ് 0 കയറി വരുന്നത്. ഇത് ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? Yes, sir. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് അടുത്ത ചോദ്യം? A number divided 4 gives the numerator 3. What would be the remainder? Gives the remainder എന്നാണ്. A number divided by 4 gives the remainder 3. What would be the remainder if the square of the number is divided by 4? കണ്ടുപിടിക്കൂ. ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചു. അപ്പൊ 7-നെ നമ്മൾ 4 കൊണ്ട് ഹരിച്ചു എന്ന് വിചാരിക്കുക. 4 കൊണ്ട് ഹരിച്ചാൽ 1 4 4, റിമൈൻഡർ 3 കിട്ടി. ഈ 7-ന്റെ സ്ക്വയർ ആയ 49-നെ 4 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എത്രയായിരിക്കും? 1 4 4, 9 കിട്ടി. 2 4 8, റിമൈൻഡർ എത്രയാണ്? 1. അപ്പൊ 1 നിങ്ങൾ 15 എടുത്തു. 15-നെ നിങ്ങൾ 4 കൊണ്ട് ഹരിച്ചു. 3 × 4 12, റിമൈൻഡർ 3 കിട്ടി. ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ റിമൈൻഡർ 3 കിട്ടി. 15-ന്റെ സ്ക്വയർ ആയ 225-നെ 4 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എത്രയായിരിക്കും? 1 ആണോ സാറേ? 5 × 4 20, 25, പിന്നെ 6 × 4 24, റിമൈൻഡർ 1 ആയിരിക്കും. പറയൂ, ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണ്? എളുപ്പമാർഗം. ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? 1 കിട്ടാൻ എന്താ ചെയ്യണ്ടേ? ഇവിടെ ചെയ്ത് കാണിച്ചിക്കല്ലോ. മൈനസ്. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് 7744. വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ട്വൈസ് ദ നമ്പർ എന്നാണ്. ഒരു സംഖ്യയുടെ വർഗം. ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ ചെറിയ സംഖ്യയുടെ ചെയ്ത് വെക്കുക. ഇപ്പൊ 3 എന്ന സംഖ്യയുടെ വർഗം 9 ആണ്. ഈ 3-ന്റെ ഇരട്ടി 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 9. 3-ന്റെ ഇരട്ടി എത്രയാണ്? 6. 6-ന്റെ വർഗം എത്രയാണ്? 36. ഇനി 5 എന്ന സംഖ്യയുടെ വർഗം എത്രയാണ്? 25. 5-ന്റെ ഇരട്ടി എത്രയാണ്? 10-ന്റെ വർഗം എത്രയാണ്? 100. ഇനി പറയൂ, ഈ 25 100 തമ്മിലുള്ള ബന്ധം എന്താണ്? 25-ന്റെ 4 ഗുണിച്ചാൽ 4 കൊണ്ട് ഗുണിച്ചാൽ. 9 36 തമ്മിലുള്ള ബന്ധം എന്താണ്?
9 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 36 ആ അങ്ങനെയാണെങ്കിൽ ഏതോ ഒരു സംഖ്യയുടെ വർഗം 7744 എന്ന് തന്നാൽ ആ സംഖ്യയുടെ ഇരട്ടിയുടെ വർഗം കാണാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇൻറ്റു 4 ചെയ്താൽ മതി. ഇൻറ്റു 4 ചെയ്താൽ മതി. 7744 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 4 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? ഒന്ന് ഗുണിച്ചു നോക്കൂ. $30,976. 30,976. ഇതാണ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഒരു ചിത്രമാണ്. ആ ചിത്രം 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ്. ഇതില് ABCD ഒരു പാരലോഗ്രാം ആണ്, സമാന്തരികം. BC ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ആംഗിളിന്റെ മെഷർമെന്റ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിച്ചോളൂ. കിട്ടിയ ആർക്കെങ്കിലും? സർ 40 ഡിഗ്രി. 40 ഡിഗ്രിയാണ്. ഈ സാമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാമിന്റെ ഒരു പ്രത്യേകത ഓപ്പോസിറ്റ് ആംഗിൾസ് തുല്യമായിരിക്കും. ഇത് 110 ഇത് 110 ആയിരിക്കും. അപ്പോൾ ഇത് 110 ഇത് എത്രയായിരിക്കും? 70. ഈ ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത ഈ ഒരു കോണിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ ഇത് ഈ രണ്ട് വരകളും ഈ രണ്ട് ലൈൻ തുല്യമാണ്. മാത്രമല്ല ഇത് 70 ആകുമ്പോൾ ഇത് 70 ആയിരിക്കും. 70ഉം 70ഉം 140. ഈ 140ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 150 കിട്ടുക? 40. അപ്പൊ നമ്മുടെ ആൻസർ 40 ആണ്. അപ്പൊ അത് ഈസിയാണ്. അപ്പൊ 10 ചോദ്യങ്ങളായി. ഈ ചോദ്യം നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. ആ ചോദ്യം നോക്കൂ. Which is the smallest fraction? ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏത്? 5/9, 6/13, 8/15. സാറേ അടുത്ത ഓപ്ഷനിൽ കാണുന്നില്ല. ഇപ്പോഴോ? 7/12. ഓക്കെ. ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഇതിൽ ഏതാണെന്നാ ചോദ്യം. എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ മതി. അപ്പം ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, സംശയങ്ങൾ വിളിച്ചു ചോദിക്കാം. അപ്പം ഏത് ചോദ്യത്തിനും മറുപടി നിങ്ങൾക്ക് ഫോണിൽ കൂടെ തരുന്നതായിരിക്കും. വേറെ 2 ചോദ്യം ഉണ്ടായിരുന്നു, അത് നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. ഇനി ശ്രദ്ധിക്കുക, ന്യൂമാത്സിന്റെ കുട്ടികൾക്ക് വേറെ തന്നെ ക്ലാസ് കൊടുക്കും. അതുപോലെ ഓരോ ഗ്രൂപ്പിലേക്കും വരുന്ന മെസ്സേജുകൾ ശ്രദ്ധിക്കുക. ക്ലാസ്സിന്റെ സമയങ്ങൾ തലേ ദിവസം വരെ നിങ്ങൾക്ക് സമയവും കാര്യങ്ങളും പ്രതീക്ഷിക്കാം. രാവിലെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ വരിക. രാവിലെ 5:30 എഴുന്നേൽക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? നോ സർ. ഇല്ല സർ. No, sir. ശരി. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം.